അതുകൊണ്ട് മനുഷ്യനെ കൊല്ലുന്നത്, മനുഷ്യന്റെ രക്തം ചിന്തുന്നത്, മനുഷ്യന്റെ അഭിമാനത്തെ തകർക്കുന്നത്, മനുഷ്യന്റെ അവകാശങ്ങളെ തകർക്കുന്നത്, പെണ്ണിന്റെ ചാരിത്രത്തെ തകർക്കുന്നത് ഹറാമാണ്. അതൊക്കെ വിശുദ്ധമായതാ, അത് തൊടാൻ പാടില്ല. ഇതല്ലാന്റെ വിധിയാണ്. അതിനെ തൊടാതിരിക്കുന്ന ആ വിശുദ്ധമായ അവകാശങ്ങളെ, ജീവനെ ഹനിക്കുന്നത്, രക്തം ചിന്തുന്നത്, കൊല്ലുന്നത്, ചാരിത്രം കവർന്നെടുക്കുന്നത്, ഇതൊക്കെ വിശുദ്ധമായി നിഷിദ്ധമായി പ്രഖ്യാപിച്ച കേന്ദ്രമാണ് മസ്ജിദുൽ ഹറാം. മനുഷ്യന് യുണൈറ്റഡ് നേഷന് പോലും ഇത് സാധിക്കണില്ല. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഇത് ഇതിനെ വിശദീകരണങ്ങളിൽ പോകാൻ സമയമില്ല. യഥാർത്ഥത്തിൽ ലോകത്തെ പട്ടിണി, ലോകത്തെ പാരിസ്ഥിതിക തകർച്ചകള്, ലോകത്തിലെ സാംസ്കാരികമായ ജീർണതകള്, ഇതൊക്കെ ഇസ്രായേലിൻ്റെതാണ്. ലോകത്തുടനീളം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഓടി നടക്കുന്ന അവരാണ് എല്ലാം തകർത്തുകൊണ്ടിരിക്കുന്നത്. പുതിയ ഡെവലപ്മെന്റിന്റെയും എഡ്യൂക്കേഷന്റെയും ഇൻഡസ്ട്രിയുടെയും പൊളിറ്റിക്സിന്റെയും എല്ലാറ്റിന്റെയും തലതൊട്ടപ്പന്മാരെന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ മർമ്മം മനുഷ്യനെ തകർക്കുക എന്നുള്ളതാണ്, മനുഷ്യന്റെ മൂല്യങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് യുണൈറ്റഡ് നേഷൻ പോലും ഇവരുടെ പൊറാട്ട് നാടക രംഗവേദിയാണ്. നമ്മൾ മനസ്സിലാക്കണം, അവരുണ്ടാക്കിയതാണ് അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടിയല്ല, ലോകത്തിന് വേണ്ടിയല്ല. അതുകൊണ്ട് അതിനൊന്നും ചെയ്യാൻ കഴിയാതെ വരുന്നത്. അവിടെ വരുന്നവരൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കൊച്ചിമൂളിയൊക്കെ ഇട്ട് വെക്കും അവിടെ കയറിയിട്ട്. അപ്പോഴാൾക്ക് മനസ്സിലാവും ഒന്നും നടക്കില്ല എന്ന്. ഗുട്ടറസൊക്കെ ഇപ്പോൾ പറയണ്ടല്ലോ, ഇസ്രായേൽ എന്താ പറയാ, യുണൈറ്റഡ് നേഷന്റെ 120ഓളം ഉദ്യോഗസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്ക്. അഫ്ഗാനിസ്ഥാനിലാണ് യുണൈറ്റഡ് നേഷന്റെ 120 ആൾ മരിക്കുന്നതെങ്കിൽ, കുവൈത്തിലോ ഇറാഖിലോ പാകിസ്ഥാനിലോ ആണ് 120 യുണൈറ്റഡ് നേഷന്റെ ആളുകൾ മരിക്കുന്നതെങ്കിൽ, എന്തായിരിക്കും ലോകത്തിന്റെ മീഡിയ അവതരണങ്ങൾ? നമ്മുടെ രാജീവ് ചന്ദ്രശേഖരും അതുപോലെ തന്നെ റിപ്പോർട്ടറും ഒക്കെ എന്തൊക്കെ എഴുതും നമ്മുടെ മുമ്പിൽ. ലോകത്തിന്റെ പട്ടാളത്തെ തന്നെ കൊല്ലുന്ന 120ഓളം യുണൈറ്റഡ് നേഷൻ ഉദ്യോഗസ്ഥന്മാരെ അടക്കം കൊന്നു കളഞ്ഞു. UN-ന്റെ ഓഫീസുകൾ തകർത്തെറിഞ്ഞു. ഗുട്ടറസൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. ഗുട്ടറസൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ കയ്യൊപ്പ് കിട്ടിയ ഉദ്യോഗസ്ഥനായ ആൾ തന്നെയാണ്. പക്ഷെ ഇവർ ഇത്രയും വൃത്തികെട്ടവന്മാരാണത് വർക്കുകൾ നടക്കുമ്പോഴാണ് ഇവർക്കൊക്കെ തിരിയുന്നത്. ഞങ്ങളൊക്കെ ഇവിടെ കൊണ്ട് ഉണ്ടിത്തള്ളി ഇവർ നിർത്തുന്നത് ഇവരുടെ കുടിലതയും ഇവരുടെ സ്വാർത്ഥതയും ഇവരുടെ കുതന്ത്രങ്ങളും ഇവരുടെ കാപട്യങ്ങളിലും ഞങ്ങളിലൂടെ നടത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംവിധാനത്തെ ഇവരുണ്ടാക്കിയിട്ടുള്ളത് എന്ന് പദവികളിലെത്തുന്ന പലരും പ്രയോഗങ്ങളിലേക്ക് വരുമ്പോഴാണ് തിരിച്ചറിയുക. മറ്റൊരു ഭയങ്കര പദവിയാണ് യുണൈറ്റഡ് നേഷൻ എന്ന് പറഞ്ഞാൽ. അമേരിക്കനേക്കാൾ വലിയ പ്രസിഡന്റ് അല്ലേ, ഇന്ത്യയെക്കാൾ വലിയ പ്രസിഡന്റ് അല്ലേ, ലോക മേധാവിത്വത്തിൽ ലോകത്തെ ഭരിക്കാൻ അധികാരമുള്ള, നിയന്ത്രിക്കാൻ അധികാരമുള്ള ഇത് ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിന് പകരമാണ് മസ്ജിദുൽ ഹറാം. ആ മസ്ജിദുൽ ഹറാം എന്നാണ് ഇലൽ മസ്ജിദുൽ അഖ്സ. എല്ലാ വിശുദ്ധികളുടെയും അറ്റങ്ങളിൽ അതിനൊക്കെ തകർക്കുന്ന അവരുടെ കേന്ദ്രങ്ങളിൽ അവിടെ പോയിട്ടാണ് റസൂൽ മുഴുവൻ നിസ്കരിച്ചത്, മുഴുവൻ പ്രവാചകന്മാരെ കൊണ്ടും. അതിനൊക്കെ കുറെ പൊരുളുണ്ട്. ആകെ ലോകത്ത് മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിൽ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ നബിമാരും മസ്ജിദുൽ അഖ്സയിൽ റസൂലിന്റെ ആ രാത്രിയിൽ അദ്ദേഹത്തിന്റെ കൂടെ നമസ്കരിച്ചു. ആരൊക്കെ ഉണ്ടാവില്ല? ആദം നബി, ഇബ്രാഹിം നബി, നൂഹ് നബി, മൂസ, ഈസ. ചിലപ്പോൾ നമ്മൾ പറയുന്ന രാമനും കൃഷ്ണനും ബുദ്ധനും ജൈനനും മറ്റേ തിരുവള്ളവരും സോക്രട്ടീസും ഒക്കെ ഉണ്ടാവും അതിൽ. അവരൊക്കെ പ്രവാചകന്മാരാണെങ്കിൽ, കാരണം എല്ലാ ഭാഗത്തും പ്രവാചകന്മാർ അയച്ചിട്ടുണ്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് മുഴുവൻ പ്രവാചകന്മാർ അയച്ചിട്ടുണ്ട്. 25 പേരെ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. ബൈബിളിൽ കുറച്ച് അധികം ഉണ്ട്. പക്ഷെ ലോകത്തുടനീളം വന്ന നബിമാരുമുണ്ട്. കാരണം നമ്മളൊക്കെ ഒന്നാണ്. ഇത് ഇബ്ലീസാണ്, ഇസ്രായേൽ ഇബ്ലീസാണ്. അതുകൊണ്ട് ഇതിനെ തകർക്കണം.